അങ്ങനെ ഒരു ഞായറാഴ്ച കൂടെ കടന്നു പോയില്ലേ. ഈ ഒരാഴ്ച മുഴുവൻ വീട് പണിയും ഇല്ലെങ്കിൽ നമ്മുടെ ജോലിക്കൊക്കെ പോയിട്ട് ആ ഒരു ഞായറാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് നമ്മൾ സ്ത്രീകൾ വിചാരിക്കില്ലേ. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇന്നലെ ഞായറാഴ്ച റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? 100% പേരും ഇല്ലാന്നായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ. സത്യം, നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണം, വീട്ടിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും നോക്കണം, പാരൻസിനെ നോക്കണം, ബാക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം അല്ലേ. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 ആവും നമ്മളൊന്ന് കുളിക്കണമെങ്കിൽ കൂടെ. അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു സഹോദരങ്ങളോടാണ്, ഭർത്താക്കന്മാരോടാണ്, ഇല്ലെങ്കിൽ അച്ഛന്മാരോടാണ്, അനിയന്മാരോടാണ്. കാരണമല്ലേ, ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ഒന്നുകിൽ ഒട്ടുമിക്ക ആൺകുട്ടികളല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ വിചാരിക്കരുത് ആരും, ഇനി ഇതിനെതിരെ പ്രതികരിക്കണ്ട. കാരണം ഞാൻ പറയുന്നത്, ഒരു ഞായറാഴ്ചയെങ്കിലും നമ്മുടെ അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ ഒരു ഹെൽപ്പ് നിങ്ങൾ പുരുഷന്മാരിൽ നിന്ന് കിട്ടിയല്ലേ, അത് ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും അവർക്ക്. അതായത് ഇപ്പം അമ്മ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ, അമ്മേ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണോ, ഇല്ലെങ്കിൽ ഭാര്യ ആണെങ്കിൽ എടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് നിങ്ങൾ ഒന്ന് ചോദിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു ഹെൽപ്പും ചെയ്യേണ്ടായിരിക്കാം. അവർക്ക് ആ ചോദ്യം തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും. എനിക്ക് പോലും അങ്ങനെയാണ് കേട്ടോ. ഒട്ടുമിക്ക ആൺകുട്ടികളും ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫുട്ബോൾ കളി, ഇല്ലെങ്കിൽ വല്ല ടൂറ്, ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ കറങ്ങുക. ഇതായിരിക്കും ഒട്ടുമിക്ക ആൺകുട്ടികളും ചെയ്യുക കേട്ടോ. നമുക്കും മനസ്സിലാവും നിങ്ങളും വീക്ക് ഫുള്ളും ജോലിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടായിരിക്കും ഒരു ഞായറാഴ്ച ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം എന്നൊക്കെ വിചാരിക്കുന്നത്. അതിൽ തെറ്റില്ല കേട്ടോ, തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും കുറച്ച് സമയം നമ്മുടെ ഫാമിലിയുടെ കൂടെയും അമ്മയുടെ കൂടെയും എല്ലാം ചിലവഴിച്ചിട്ട് ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ചേട്ടന്മാർക്കൊന്നും തോന്നരുത് കേട്ടോ, സ്ത്രീകൾക്കൊപ്പം തന്നെ പുരുഷന്മാരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം പിന്നെ ഈ ഞായറാഴ്ച ആരൊക്കെ റെസ്റ്റ് ചെയ്തു, ആരൊക്കെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പണി ചെയ്ത് റെസ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ചേച്ചി ഞാൻ ഇന്നെല്ലാം ചെയ്തത്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഞായറാഴ്ച അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കടന്നു പോയി കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 4-4:30 ആയി. പിന്നെ വൈകുന്നേരത്തെ ചായപ്പടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.